പത്തനംതിട്ട കോന്നി കൊക്കാത്തോട് റോഡിൽ കല്ലേലി പാലത്തിന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണു. കൊക്കാത്തോട്ടിൽ നിന്നും കോന്നിയിലേക്ക് പോയ ബസ്സുകൾ വഴിയിൽ കുടുങ്ങി. വിവരങ്ങൾ നൽകാനായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, വിശദാംശങ്ങൾ. അഞ്ജന, ശക്തമായ മഴ പത്തനംതിട്ട ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. മലയോര മേഖലയെ കോന്നി കൊക്കാത്തോട് ഭാഗത്ത് ശക്തമായ മഴയുണ്ട്. ഈ മഴയിലാണ് കാറ്റിലുമാണ് മരം കടപുഴകി റോഡിലേക്ക് വീണത്. കൊക്കാത്തോട് റോഡിൽ കല്ലേലി പാലത്തിന് സമീപമാണ് മരം കടപുഴകി റോഡിലേക്ക് വീണത്. ഏറെ നേരം കൊക്കാത്തോട്ടിൽ നിന്നും കോന്നിയിലേക്ക് പോയ ബസ്സുകൾ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ മരം മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഈ വാഹനങ്ങൾ ഈ വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനും സാധിച്ചത്. ഏറെ സമയത്തിന് ശേഷമാണ് ഈ ഭാഗങ്ങളിൽ കോന്നി, കൊക്കാത്തോട്, കല്ലേലി ഭാഗങ്ങളിലെല്ലാം മരങ്ങളും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മരം കടപുഴകി വീഴുന്നതും പോസ്റ്റുകൾ, വൈദ്യുത പോസ്റ്റുകളടക്കം മറിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടായി. ഇന്നലെയും ഇന്നുമൊക്കെയായി 25ഓളം വൈദ്യുത പോസ്റ്റുകളാണ് വിവിധ ഭാഗങ്ങളിലായി മറിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്തത്. കൂടുതലും ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീഴുന്ന സാഹചര്യങ്ങളാണ് ഈ ഭാഗത്ത് കൂടുതലായി ഉണ്ടായിരിക്കുന്നത്. നാശനഷ്ടങ്ങൾ അങ്ങനെ വലിയ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇതുവരെയും. ചില ഭാഗങ്ങളിൽ കോന്നിക്ക് ഇളകൊള്ളൂരിൽ ഒരു വീടിന് മുകളിലേക്ക് മരം വീണ് ഭാഗികമായി തകർന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഭാഗികമായി വീടിന് കേടുപാട് സംഭവിച്ചത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ശക്തമായ മഴയുണ്ട്. വൈകിട്ട് തുടങ്ങിയ പത്തനംതിട്ട ടൗണിൽ തുടങ്ങിയ മഴ ഇപ്പോഴും ഉണ്ട്. വൈകിട്ട് 5:30 ശക്തമായ മഴയാണ് പത്തനംതിട്ട ടൗണിൽ പെയ്തത്. ഇപ്പോൾ 8 മണിക്ക് ശേഷം ഇടവിട്ടുള്ള മഴ പത്തനംതിട്ട ടൗണിലുണ്ട്. മറ്റേ കോന്നി, വടശ്ശേരിക്കര, ആറന്മുള, പന്തളം, തണ്ണിത്തോട് തുടങ്ങിയ ഭാഗങ്ങളിലും ഇടവിട്ട് പെയ്യുന്ന മഴ വിവിധ ഭാഗങ്ങളിലായി ഉണ്ട്. ജില്ലയിൽ 40ഓളം പ്രശ്നബാധിത മേഖലകൾ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണൊലിച്ചൽ, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള മേഖലകളാണ് ഇത്. കോന്നി, റാന്നി, പെരുന്നാട്, തണ്ണിത്തോട്, ചിറ്റാർത്തോട്, സീതത്തോട് തുടങ്ങിയ മേഖലകളിലാണ് ഈ പ്രശ്നബാധിത മേഖലകൾ കണ്ടെത്തിയിരിക്കുന്നത്. 40 മേഖലകളാണ്. ഇവിടെ എത്ര അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സജ്ജീകരണമടക്കം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഒപ്പം മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രയ്ക്കും പത്തനംതിട്ട ജില്ലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 28-ാം തീയതി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്വാറികളുടെ പ്രവർത്തനവും ഈ ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്വാറികൾ പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല. മറ്റ് കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും വിനോദസഞ്ചാരങ്ങളുടെ പ്രവർത്തനവും എല്ലാം ഈ ദിവസങ്ങളിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. 28-ാം തീയതി വരെ അടവി ഇക്കോ ടൂറിസം കേന്ദ്രമടക്കമുള്ള വിവിധ മേഖലകളിലേക്ക് ധാരാളം ആളുകൾ എത്തുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ കയാക്കിങ്, കുട്ടവഞ്ചി സവാരി, ബോട്ടിങ്, ട്രക്കിങ് എന്നിവ 28-ാം തീയതി വരെ നിരോധിച്ചിട്ടുണ്ട്. ജില്ലയിൽ 44 പ്രശ്നബാധിത സ്ഥലങ്ങളും ഈ ഭാഗങ്ങളിൽ ജനങ്ങളെ വേഗത്തിൽ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള ക്യാമ്പുകളും തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുന്നു. ജില്ലയുടെ താഴ്ന്ന ഭാഗങ്ങളായുള്ള ആറന്മുള, പന്തളം തുടങ്ങിയ ഭാഗങ്ങളിൽ വളരെ വേഗത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുകയാണ്. തുടർച്ചയായ മഴ ഉണ്ടായാൽ ഈ ഭാഗങ്ങളിൽ വളരെ വേഗത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ട്. മറ്റു ഭാഗങ്ങളിൽ അച്ചൻകോവിലാർ, പമ്പയാർ തുടങ്ങിയവയുടെ ജലനിരപ്പുകൾ ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല. മഴ നിർത്താതെ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ പമ്പ, അച്ചൻകോവിലാർ, കല്ലടയാർ തുടങ്ങിയ നദികളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ഈ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മഴ ഇനിയും തുടരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇടവിട്ട് പെയ്യുന്ന മഴയാണ് ഇന്ന് ഉണ്ടായത്. ഇനി നിർത്താതെ പെയ്യുന്ന മഴ ഉണ്ടായാൽ വനമേഖലയിലും മറ്റും വൃഷ്ടി പ്രദേശങ്ങളിൽ നിർത്താതെ പെയ്യുന്ന മഴയുണ്ടായാൽ അച്ചൻകോവിലാർ, പമ്പയാർ, കല്ലടയാർ തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിന് സാഹചര്യമുണ്ടാകും. എന്തായാലും വൈകിട്ട് മുതൽ മഴ കൂടുതൽ ശക്തമാകുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. 5 മണിക്ക് ശേഷം നഗരത്തിൽ ശക്തമായ മഴ ഉണ്ട്. മറ്റു ഭാഗങ്ങളിലും ഇടവിട്ടുള്ള മഴയും ഇപ്പോൾ ഉണ്ട്. അനുജന.